Hi everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കോംപ്ലെക്സ് ഫങ്ഷൻസ് ആസ് മാപ്പിംഗ്സ്. The concept of a complex mapping provides an alternative way of giving a geometric representation of a complex function. അപ്പോൾ കോംപ്ലെക്സ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലെക്സ് ഫങ്ഷൻ്റെ ഒരു ജോമെട്രിക് റെപ്രസെൻറ്റേഷനാണ്. The geometric representation of the complex mapping W equal to f of z consists of two figures. അപ്പോൾ ഈ ജോമെട്രിക് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ രണ്ട് ഫിഗറാണ് നമുക്കുള്ളത്. ദ ഫസ്റ്റ് എ സബ്സെറ്റ് എസ് എന്നൊരു സബ്സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇൻ ദ സെഡ് പ്ലെയിൻ. അപ്പോൾ രണ്ട് പ്ലെയിൻ ഉണ്ട്, ഒന്ന് സെഡ് പ്ലെയിനാണ്. And the second, the set S dash of the images of point in S under W equal to f of z in the W plane. അപ്പോൾ നമുക്ക് W equal to f of z തന്നിട്ടുണ്ടാവും. അത് പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ഒരു W പ്ലെയിനും കിട്ടും. അതായത് ഒരു ജോമെട്രിക് റെപ്രസെൻറ്റേഷനിൽ എന്തൊക്കെ ഉണ്ടാവും? രണ്ട് ഭാഗം ഉണ്ടാവും. ഒന്ന് Z പ്ലെയിനും, ഇത് Z പ്ലെയിനും, രണ്ടാമത്തത് W പ്ലെയിനും ഉണ്ടാവും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദി ഹാഫ് പ്ലെയിൻ റിയൽ സെറ്റ് greater than or equal to 2 under the complex mapping W equal to IZ and represent the mapping graphically. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദി ഹാഫ് പ്ലെയിൻ റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2. അപ്പോൾ റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന ഹാഫ് പ്ലെയിൻ്റെ ഇമേജ് കാണണം. ഏതാണ് നമ്മുടെ മാപ്പിങ്? W ഈക്വൽ ടു IZ. അപ്പോൾ W ഈക്വൽ ടു IZ ആണ് നമ്മുടെ മാപ്പിങ്. അങ്ങനെ മാപ്പിംഗ് കൊടുക്കുമ്പോൾ റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്നത് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? ഇതാണ് ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പോൾ നമുക്ക് റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്ന് തന്നിട്ടില്ലേ? അപ്പോൾ സൊല്യൂഷൻ നോക്കൂ. ലെറ്റ് എസ് ഡിനോട്ട്, എസ് എന്നത് സെഡ് പ്ലെയിനിലെ പോയിൻറ്റ്സ് ആണ് കേട്ടോ. Z denote നമുക്കിവിടെ തന്നിട്ടുള്ളത് ഹാഫ് പ്ലെയിൻ കൺസിസ്റ്റിംഗ് ഓഫ് all points Z with real Z greater than or equal to 2. അതായത് എസ് എന്നത് എന്താണ്? റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ഉൾപ്പെടുന്ന ഒരു പ്ലെയിനാണ്. അപ്പോൾ ആ പ്ലെയിൻ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവും നോക്കൂ. ഇത് നമ്മുടെ സെഡ് പ്ലെയിനാണ്. അതായത് ദ ഹാഫ് പ്ലെയിൻ എസ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. ഹാഫ് പ്ലെയിൻ എസ്. ഇനി റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതെന്താ? സെഡ് എന്ന് പറഞ്ഞാൽ x പ്ലസ് IY ആണെങ്കിൽ ഇവിടെ റിയൽ പാർട്ട് ഏതാ? എക്സ് അല്ലേ? അപ്പോൾ റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്നാണ് അല്ലേ? y നമുക്ക് എന്തും ആവാം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2. ഓൾസോ y എന്നത് -∞ മുതൽ ഇൻഫിനിറ്റി വരെ ആവാം. -∞ മുതൽ ഇൻഫിനിറ്റിൻ്റെ ഉള്ളിലാവാം. ഓക്കെ, അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടാണ്. അപ്പോൾ ഇവിടെ എക്സ് ഒരു 2 ആണ് വിചാരിച്ചോളൂ. അപ്പോൾ ഈ 2നെക്കാളും
വലുതായിട്ട് വരുന്ന എക്സുകളുടെ കളക്ഷന്. അപ്പോൾ ഈ ഒരു ഭാഗമല്ലേ വരുന്നുണ്ടാവാം അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഇനി ഈ റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2നെ ഡബ്ല്യു ഈക്വൽ ടു ഐ സെഡ് എന്ന മാപ്പിങ്ങിൽ നമ്മൾ എങ്ങോട്ടാണ് മാപ്പിംഗ് കൊടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യന്. അപ്പോൾ നമ്മുടെ എസ് പ്ലെയിൻ കണ്ടല്ലോ, അത് ഹാഫ് പ്ലെയിൻ എസ് ആണിത്. നമുക്ക് ഡബ്ല്യു പ്ലെയിൻ ഉണ്ടാക്കണം, അതായത് എസ് ഡാഷ് ഇമാജ് എസ് ഡാഷ് ഓഫ് എസ്. In order to describe the image of S, we express the mapping W equal to IZ in terms of its real and imaginary parts U and V. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ എസിൻ്റെ എന്ത് കാണണം, ഇമാജ് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡബ്ല്യു ഈക്വൽ ടു ഐ സെഡ് എന്ന മാപ്പിനെ ഒരു റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. അപ്പോൾ ഡബ്ല്യുവിൻ്റെ റിയൽ പാർട്ടാണ് യു എന്നത്, ഇമാജിനറി പാർട്ടാണ് വി എന്നത് വിചാരിക്കും. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു ഐ സെഡ് അല്ലേ? അപ്പോൾ ഡബ്ല്യുവിൻ്റെ റിയൽ പാർട്ട് യു ആണ്, ഇമാജിനറി പാർട്ട് വി ആണ്. അപ്പോൾ ഡബ്ല്യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം, യു പ്ലസ് ഐ വി എന്ന് എഴുതാം. ഐ ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞാലോ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ യു പ്ലസ് ഐ വി ഈക്വൽ ടു എന്ത് വരും, യു പ്ലസ് ഐ വി ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു വൈ എന്ന് വരും. ഐ സ്ക്വയർ ഇൻറ്റു വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എക്സ് മൈനസ് വൈ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, -1 അല്ലേ? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഐ എക്സ് മൈനസ് വൈ, അതായത് ഇവിടെ നമുക്ക് റിയൽ പാർട്ട് -y ആണ്, ഇമാജിനറി പാർട്ട് എക്സ് ആണ്. അപ്പോൾ -y പ്ലസ് ഐ എക്സ് എന്ന് എഴുതാം. അതായത് യു ഈക്വൽ ടു, അതായത് റിയൽ പാർട്ട് എന്നത് എന്താ -y, ഇമാജിനറി പാർട്ട് എന്നത് എക്സ്. So u equal to -y and v equal to x. ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് സെഡിൽ റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്നാണ് തന്നിട്ടുള്ളത്. അതായത് നമ്മൾ കണ്ടു എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2ഉം -∞ ലെസ് ദാൻ y ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരുന്നു. അപ്പോൾ ഇത് പ്രകാരം യുവും വിയും എങ്ങനെ മാറും, യു എന്നത് -y ആണ് അല്ലേ? അപ്പോൾ y എന്നത് -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ് റേഞ്ച് എങ്കിൽ -yൻ്റെ റേഞ്ച് എന്തെങ്കിലും -∞ ടു ഇൻഫിനിറ്റി അല്ലേ? അതായത് യുടെ റേഞ്ച് എന്നത് അപ്പം എന്ത് വരും, -∞ ലെസ് ദാൻ യു ലെസ് ദാൻ ഇൻഫിനിറ്റി. കാരണം യു എന്നത് -y ആണ്, -y എന്നത് റേഞ്ച് എന്നത് -yൻ്റെ റേഞ്ച് എന്നത് -∞ ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇനി എക്സ് വി എന്നതോ നോക്കൂ, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ വി എന്നതും എന്ത് തന്നെയാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. Therefore the set S dash, the image of S under W equal to IZ consists of all points
W equal to U plus IV in the W plane, that satisfy the simultaneous inequalities ഏതൊക്കെയായിരുന്നു? P എന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ യു ലെസ് ദാൻ ഇൻഫിനിറ്റി. അതായത് ഡബ്ല്യുവിൻ്റെ ഇമാജിനറി പാർട്ടാണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്നും റിയൽ പാർട്ട് എന്നത് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അപ്പോൾ അതെങ്ങനെ വരും? ഇത് ഡബ്ല്യു പ്ലെയിന്, അതായത് ദ ഇമാജ് എസ് ഡാഷ് ഓഫ് എസ്. അപ്പോൾ ഡബ്ല്യു പ്ലെയിനിൽ നമ്മൾ ഇതാണ് റിയൽ പാർട്ട്, അതായത് യു, ഇത് ഇമാജിനറി പാർട്ടാണ്. അതിൽ ഇമാജിനറി പാർട്ട് എന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് 2 എന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ 2 മീൻസ് ഇമാജിനറി പാർട്ട് ആയതുകൊണ്ട് 2 ആയി. അപ്പോൾ ഈ ഭാഗമാണ് ഏത്? എസ് ഡാഷ്. ഓക്കെ, അതായത് നമ്മുടെ റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2നെ ഡബ്ല്യു ഈക്വൽ ടു ഐ സെഡ് എന്ന മാപ്പിംഗ് കൊടുക്കുമ്പോൾ എങ്ങോട്ടാണ് മാപ്പിംഗ് ചെയ്തത്? എങ്ങോട്ടാണ് മാപ്പ് ചെയ്തത്? ഇമാജിനറി പാർട്ട് ഓഫ് ഡബ്ല്യു എന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2ലേക്ക്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പിക്ചർ വരുന്നത്. ഓക്കെ, താങ്ക് യു.